ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് അടുത്തത് എന്താണ്. PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ ഒന്നിച്ചെടുത്തിരിക്കുന്ന തീരുമാനം. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒപ്പിട്ട ധാരണാപത്രം അനുസരിച്ച് അതിൽ ചില വ്യവസ്ഥകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഏകപക്ഷീയമായി കരാർ മരവിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും. കേന്ദ്ര ഫണ്ട് തടഞ്ഞുവെച്ച വാദം ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ PM ശ്രീയിൽ ഒപ്പിട്ടത്. ഇനിയിപ്പോൾ പിന്മാറുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവദിച്ച ആ ഫണ്ട് കിട്ടുമോ? അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സംസ്ഥാനത്തിന് നേരിട്ട്, അതായത് തങ്ങളുടെ താല്പര്യപ്രകാരം ഈ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി പിൻവലിക്കാൻ കഴിയില്ല. ഒപ്പുവെച്ച ധാരണാപത്രം MOU അനുസരിച്ച് അതിൽ പറയുന്നത് സംസ്ഥാനത്തിന് പദ്ധതി മരവിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവില്ല, അല്ലെങ്കിൽ അതിന് കഴിയില്ല എന്നത് തന്നെയാണ്. പിന്നെ ആർക്കാണ് ഇതിന് കഴിയുക? അതാണല്ലോ ചോദ്യം. ഈ പദ്ധതി പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, DSEL അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി. ഇവർക്ക് പദ്ധതി പിൻവലിക്കുന്നതിനായിട്ടുള്ള തീരുമാനമെടുക്കാം. അത് ആ MOUവിൽ ക്ലോസ് ആയി തന്നെ പറയുന്നുണ്ട്. 30 ദിവസം മുൻപ് നോട്ടീസ് നൽകിക്കൊണ്ട് ഈ കരാർ റദ്ദാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനാണ് അധികാരമുള്ളത്. അതുകൊണ്ട് കേരളത്തിന് സാധിക്കില്ല, പക്ഷേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അത് സാധിക്കും. സംസ്ഥാനത്തിന് മറ്റൊരു കാര്യം ചെയ്യാം. സംസ്ഥാനങ്ങൾക്ക് ചർച്ച ചെയ്യാം, കേന്ദ്രവുമായി ചർച്ച ചെയ്യാം. അതിനുശേഷം ഭേദഗതികൾ വരുത്താനും സാധിക്കും. ഈ ഒപ്പിട്ടിരിക്കുന്ന ധാരണാപത്രം അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് ഭേദഗതി സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നോട്ടേക്ക് വെക്കും. അല്ലാതെ ഒറ്റയടിക്ക് ഞങ്ങൾ ഇതാ ക്യാൻസൽ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ആകില്ല എന്നതാണ് ഈ MOUവിന്റെ പ്രത്യേകത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാരിന് ഫണ്ട് നൽകാതിരിക്കാൻ കഴിയുമോ? ഫണ്ട് തടഞ്ഞു വയ്ക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. അത് നമ്മൾ പഞ്ചാബിൽ കണ്ടതാണ്. കാരണം പഞ്ചാബ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയിൽ ഒപ്പിടുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവരുടെ ഫണ്ട് തടഞ്ഞു വെച്ചു. പിന്നീട് വീണ്ടും പോയി പഞ്ചാബ് 2024 ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് അവരുടെ ഫണ്ട് കിട്ടുന്നത്. ഒപ്പിടാതിരുന്ന സംസ്ഥാനങ്ങളുടെ ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ച ഈ ഉദാഹരണം അടക്കം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിന് കിട്ടാനുള്ളത് 1500 കോടിയുടെ കുടിശ്ശികയാണ്. ഈ കരാർ നടപ്പാക്കാമെന്ന് ഒപ്പിട്ട് കൊടുത്തു, പക്ഷേ അത് നടപ്പാക്കുന്നില്ല എന്ന് കേന്ദ്രത്തെ അറിയിക്കുകയാണെങ്കിൽ ഈ ഫണ്ട് മുടങ്ങാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. PM ശ്രീയിൽ ഒപ്പുവെച്ച ശേഷം പിന്തിരിഞ്ഞ പഞ്ചാബിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 2022 ഒക്ടോബറിൽ PM ശ്രീയിൽ പഞ്ചാബ് ഒപ്പുവെച്ചു. കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും 2023 സ്വന്തമായ ഒരു പദ്ധതി ഉണ്ടാക്കി 2023 ജൂലൈയിൽ PM ശ്രീയിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു. പിന്തിരിഞ്ഞതിന് ശേഷമാണ് പദ്ധതിയിൽ നിന്ന് പിന്തിരിഞ്ഞ പഞ്ചാബിനുള്ള സമഗ്ര ശിക്ഷാ ഫണ്ട് തടഞ്ഞുവെച്ചത്. 515 കോടിയാണ്. നമുക്ക് 1500 കോടിയോളം കിട്ടാനുണ്ട്. പഞ്ചാബിന്റേത് തടഞ്ഞുവെച്ചത് 515 കോടിയോളം രൂപയാണ്. 2023-24 വർഷത്തെ SSK ഫണ്ട് 350 കോടി തടഞ്ഞുവെച്ചു. 2024-25 വർഷം കിട്ടേണ്ട 165 കോടി തടഞ്ഞുവെച്ചു. ഇതെല്ലാം നമ്മൾ ഈ വർഷങ്ങളിൽ കണ്ടതാണ്. ഫണ്ട് കിട്ടാതായതോടെ അധ്യാപകരുടെ ശമ്പളമടക്കം മുടങ്ങി പഞ്ചാബ് ആകെ ബുദ്ധിമുട്ടിലായി. അങ്ങനെ വീണ്ടും 2024 ജൂലൈയിൽ പഞ്ചാബ് കരാർ ഒപ്പിടുകയും ചെയ്തു. ഇതാണ് പഞ്ചാബിൽ സംഭവിച്ചത്. പഞ്ചാബ് മോഡൽ കേരളത്തിൽ ആവർത്തിക്കുമോ എന്നതാണ് ഇവിടെ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ചോദ്യം.